കൊല്ലം ജില്ലയുടെ കായിക ഭൂപടത്തിൽ കരുത്താകുമെന്ന് പ്രതീക്ഷിച്ച ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം അടച്ചിട്ട് 7 മാസം പിന്നിടുന്നു. സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിനായി അടച്ചിട്ട സ്റ്റേഡിയം കാട് കയറി നശിക്കുകയാണ്. 6 മാസം കൊണ്ട് സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ജൂണിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം അടച്ചത്. കേരള സ്പോർട്സ് കൗൺസിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് 5.34 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത്. 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക് പ്രഖ്യാപിച്ചെടുത്ത് ഇപ്പോൾ കാടും പടലവുമാണ്. നിർമ്മാണത്തിനായി സ്റ്റേഡിയം അടച്ചിട്ടതോടെ ആർക്കും ഗ്രൗണ്ട് ഉപയോഗിക്കാനും കഴിയുന്നില്ല. സായി കൊല്ലം സ്പോർട്സ് കൗൺസിൽ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ കുട്ടികൾ ആശ്രമ മൈതാനത്തും മറ്റുമായാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നത്. സ്റ്റേഡിയം ഇപ്പോൾ പൂർണ്ണമായും ഇഴജന്തുക്കളുടെ കേന്ദ്രമായി മാറി. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവിടെ ഈ പറയുന്ന രീതിയിലുള്ള പാമ്പ് ശല്യവും തെരുവുനായ ശല്യവും വളരെ രൂക്ഷമായിരിക്കുന്ന അവസ്ഥയാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്നും പരിശീലനത്തിന് വേണ്ടി മറ്റ് സ്ഥലം കിലോമീറ്ററുകൾ കടന്നുള്ള ആശ്രമ മൈതാനവും അഡ്വഞ്ചർ പാർക്കും അതോടൊപ്പം തന്നെ കൊല്ലം ബീച്ചും പോലുള്ള സ്ഥലങ്ങളിലേക്ക് ആശ്രയിക്കേണ്ട അവസ്ഥയായി. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി സ്റ്റേഡിയം ഉപയോഗപ്രദമാക്കി മാറ്റണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. ജനം, കൊല്ലം.